ഇനി ഒരു കൊച്ചു ബിനാലെ കാണാം. പ്ലാസ്റ്റിക് പേനകൾ കൊണ്ട് ബിനാലെ കാഴ്ചയൊരുക്കി പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്കൂളിലെ കുരുന്നുകൾ. പ്രകൃതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുന്നതിനായി കുട്ടികൾ ശേഖരിച്ച പേനകളാണ് കാഴ്ചയായത്. ഒരു പ്ലാസ്റ്റിക് പേനയിൽ എന്തിരിക്കുന്നു എന്നതല്ല, പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്ന് കൊച്ചുകുട്ടികൾ സമൂഹത്തോട് പറയുന്നത് പേനയിലൂടെയാണ്. ഉപയോഗരഹിതമായ പ്ലാസ്റ്റിക് പേനകൾ വലിച്ചെറിയുന്നതും നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമാണ്. ഇതിന് പരിഹാരമായാണ് ചെറുപ്പുളശ്ശേരി AM-LP സ്കൂളിലെ കുട്ടികൾ പേനകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഒന്നും രണ്ടുമല്ല, 7000 പേനകളാണ് വിവിധയിടങ്ങളിൽ നിന്നായി ശേഖരിച്ചത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. സഹായം പണമായല്ല വേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പേനകളായിട്ട് മതി. ഭൂമിക്ക് വിനാശകരമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പാഴ്വസ്തുവാണെങ്കിലും ശേഖരിച്ച പേനകൾ കൊണ്ട് അലങ്കാരമുണ്ടാക്കി. പെൻഡ്രൈവ് എന്ന പേരിലായിരുന്നു പ്രവർത്തനം. പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും കുട്ടികൾക്ക് പിന്തുണ നൽകി. നമ്മുടെ നിത്യജീവിതത്തിൽ 3 രൂപയുടെ പേനകളായിട്ടും 5 രൂപയുടെ പേനകളായിട്ടും പല പേനകളും നമ്മൾ വലിച്ചെറിഞ്ഞ് മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. അങ്ങനെ പരിസരത്തിനും നമുക്കും പരിസ്ഥിതിക്കും ഒക്കെ ദോഷകരമായി വരുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പെൻഡ്രൈവ് എന്ന നാമത്തിൽ ഈ പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത്. വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം മഷിപ്പേന ഉപയോഗിക്കുന്നതിലേക്കാണ് ഇനി അടുത്ത ചുവടുവയ്പ്. മനോരമ ന്യൂസ്, ചെറുപ്പുളശ്ശേരി.